അപ്പോൾ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന 2 ഓൾട്ടോസ് ഉണ്ട് ഇവിടെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. KL57 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 96,000 കിലോമീറ്ററോടെ വണ്ടി. 2014. വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഇതൊരു 1 ലക്ഷം മൈലേജ് അത്യാവശ്യം ഉള്ള വണ്ടിയാണല്ലോ, റൈറ്റ്. നമുക്കൊരു 1.85 പിന്നെ പെട്രോൾ വണ്ടി ഒന്ന് ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 98,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഒന്ന് നിങ്ങളിപ്പോ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. പീരീഡിക്കൽ ആയിട്ടുള്ള സർവീസ് 10,000 ചെയ്തു പോയ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിന് മുകളിലൂടെ വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഈ ഡീസൽ വണ്ടിയൊക്കെ ആണ് ഏകദേശം നമ്മളൊരു 80-90 ഒക്കെ കൂടി വണ്ടി എടുക്കുമ്പോൾ എന്തായാലും 1 ലക്ഷം അല്ലെങ്കിൽ 1.20 മേജർ സർവീസ് വരും. സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് വെങ്ങളത്തുള്ള ബിമൽ ട്രൂ വാല്യൂന്റെ യൂസ്ഡ് കാർ സെക്ഷനിലാണ്. നമ്മളെ കൂടെ ഉള്ളത് മിസ്റ്റർ ഷഹദാണ്. ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും ഷഹദ്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ വെങ്ങളം കഴിഞ്ഞ് തിരുവങ്ങൂരിന്റെയും വെങ്ങളത്തിന്റെ നടുവിലായിട്ട് വരുന്ന അണ്ടിക്കമ്പനി എന്നാണ് ഇങ്ങോട്ട് പറയാ. ശരിക്കും ഇതിന്റെ പേര് അണ്ടിക്കമ്പനി എന്നാണ്. പ്രോപ്പർ പറയുകയാണെങ്കിൽ നമ്മളെ അമാന ടൊയോട്ടയുടെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെ, അമാന ടൊയോട്ടന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അത് നല്ലൊരു ലാൻഡ് മാർക്ക് ആണ് അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. അതെ, ഇപ്പൊ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഇപ്പൊ പുതിയ ബൈപ്പാസ് 66 നേരെ കയറിയ എൻഡ് ഇവിടെയാണ് ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ നിൽക്കുന്ന റോഡ് പണി. അപ്പൊ അവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം. പിന്നെ വെങ്ങളം ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതിനടുത്തായിട്ടാണ്. അമാന ടൊയോട്ടയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം. നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അതെ, ഇപ്പം കൊയിലാണ്ടി ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കൊയിലാണ്ടി കഴിഞ്ഞ് തിരുവങ്ങൂർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാദെ, നമുക്ക് ബ്രെസ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ, റൈറ്റ്. ഇത് മോഡൽ 2021 മോഡലാണ്. 2021 മോഡൽ പെട്രോൾ VXI ആണ്. അതെ, 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഓട്ടം കുറവാണ്. 43 ഓടിയിട്ടുള്ളൂ. പിന്നെ ഗ്രില്ലൊന്ന് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ അകത്തൊരു വ്യത്യാസം. ജീപ്പ് കോമ്പസിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ജീപ്പ് കോമ്പസ് അല്ല, ഡ്രസ്സാണ്. നേരിട്ട് കാണുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 7 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇയർ ഏതായിരുന്നു? 21 മോഡൽ. 2021. 7 ലക്ഷം രൂപ. ബ്രെസ, റൈറ്റ്. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 18 എന്തായാലും അവര് പറയുന്നത് ശരിക്കും 25-26 പറയുന്നുണ്ട്. 18 എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കോഴിക്കോട് രജിസ്ട്രേഷൻ ഒരു സ്വിഫ്റ്റ് ആണ്. ഷാദ്, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2018 മോഡല്. 2018. സെക്കൻഡ് ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. VXI. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ക്രാക്ക് ആയിട്ട് മാറിയതാണ്, അല്ലാതെ പില്ലർ ഇടിച്ചിട്ടോ ഇഷ്യൂസ് കൊണ്ടൊന്നല്ല മാറിയത്. ഗ്ലാസിന് മുകളിൽ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ മാറിയത്. നമുക്കൊരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കാം വണ്ടി. 4,60,000 രൂപയ്ക്ക് കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് 2018 മോഡല് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ്. അതെ, കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. അതെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസിന്റെ ഒരു ഇഷ്യൂ മാത്രം ക്രാക്ക് ആയതുകൊണ്ട് റീപ്ലേസ് ചെയ്താണ്. എത്ര പ്രൈസ് വരുന്ന? ലാസ്റ്റ് 4,60,000. അതെ, നമ്മൾ ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത്. എന്നാലും കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെറിയ നമുക്ക് ചെയ്തു കൊടുക്കാം. അടുത്തത് 2015 മോഡല് സെലേറിയോ. സെക്കൻഡ് ഓണർഷിപ്പിൽ 81,000 കിലോമീറ്റർ ഓടിയ VXI പെട്രോൾ. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. പിന്നെ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. മാനുവൽ, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. എന്തായാലും 18 എന്തായാലും നമുക്ക് മൈലേജ് കിട്ടും. വയനാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതെ, ഞാൻ പറഞ്ഞ മാതിരി വേറെ മെക്കാനിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി എടുക്കുക, ഓടിക്കുക. ഇതിന്റെ ഓഫർ പ്രൈസ് നമുക്ക് ഇത് 2,70,000 രൂപയ്ക്ക് കൊടുക്കും. ഓഫർ പ്രൈസ്. നമ്മൾ 3,20 ഒക്കെ ചോദിച്ച വണ്ടിയായിരുന്നു. നമുക്ക് 2,70 നമുക്ക് കൊടുക്കാം. ശരിക്കൊരു എന്താ പറയാ, ഒരു ചെറിയ സെഗ്മെന്റിലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക്, അതായത് ഇയോണ്, കിഡ് ഒക്കെ നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചോയ്സ്, ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതെ, എന്താ വെച്ചാൽ ആ ഒരു ബഡ്ജറ്റ് വരുന്നുള്ളൂ. അതെ, പിന്നെ മൈലേജ് ഉണ്ടാവും. പിന്നെ മാരുതിന്റെ വണ്ടിയാണ്, റീസെയിൽ വാല്യൂ ഉണ്ട്, ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലേ, നമുക്ക് 2,70,000 രൂപയ്ക്ക്
വണ്ടി കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ് 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സെലേറിയോ അല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരു റെഡ് കളറും ഉണ്ട്, അത് നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. സെയിം ഓപ്ഷനും സെയിം ഡീറ്റെയിൽസും വരും. റൈറ്റ്. അപ്പൊ എങ്ങനെയാ ടിയാഗോന്റെ ഡീറ്റെയിൽസ്? 2022 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ 43,000 കിലോമീറ്ററോടെ എക്സെറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ്, ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് എലോയ്സ് വരും, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എല്ലാ ഓപ്ഷൻസ് വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. എത്രയാണ് ഓടിയ വണ്ടി? 43,000 കിലോമീറ്റർ. 43,000. അതെ, തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ. പിന്നെ ഇത് നമ്മൾ 5,80,20,000 ചോദിച്ച വണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മള് പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഓഫർ പ്രൈസ് ആയി നമുക്കൊരു 4,80,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയ വണ്ടിക്ക് എത്ര വരുന്നത്? പുതിയ വണ്ടിക്ക് 7,45 റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ 4,80,000 കൊടുക്കാം. വേറെ എന്താ പറയാ, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല വണ്ടി. അടുത്തത് എറ്റിയോസ് ലീവ. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. VXD എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഡീസലാണ് കേട്ടോ. അതെ, ഡീസലാണ്. കുറഞ്ഞ കിലോമീറ്റർ ഡീസൽ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് നോക്കുമ്പോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2018 63,000 എന്ന് പറയുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. എന്തായാലും ഒരു 20ന്റെ മുകളിൽ മൈലേജ് ആയിട്ട് കിട്ടും. മെയിൻ്റനൻസ് ഫ്രീ ആണ്. പിന്നെ ഫുൾ ഓപ്ഷൻ ഡ്യുവൽ ടോൺ VXD. ഡ്യുവൽ ടോൺ ആണ്. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. വേറെ എന്താ പറയാ, വേറെ അപാകതകളായിട്ട് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ബോണറ്റും ബമ്പറും റീപ്ലേസ് ഉണ്ട്. അതിപ്പോ ഒരു കമന്റ് പറയും ചിലപ്പോ, ബോണറ്റ് റീപ്ലേസും ആക്സിഡന്റ് അല്ലേന്ന്. മേജർ ആക്സിഡന്റ് അല്ല. മേജർ ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്രോൺ കട്ടാവുക, അതുപോലെ ക്വാർട്ടർ പാനലിൽ പോവുക, ടോട്ടൽ ലോസ് ആയ വണ്ടികളൊക്കെ മേജർ ആക്സിഡന്റ്. ഇതൊക്കെ ശരിക്കും സ്കിൻ ഡാമേജ് ആയിട്ട് വരിക ഈ റീപ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മളൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തായാലും ഫുൾ കവർ ഇൻഷുറൻസ് ആയിരിക്കുമല്ലോ വരിക വണ്ടി. അപ്പോ കമ്പനിയിൽ ഇപ്പൊ ചെറിയ ഡെന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി കൊടുത്ത് റീപ്ലേസ് ചെയ്യുള്ളൂ. ചിലപ്പോ ആക്സിഡന്റ് ആയിട്ട് തന്നെ മാറണമെന്നില്ല. നാച്ചുറലി ഹിസ്റ്ററിയിൽ കയറുകയും ചെയ്യാം. ഈ വണ്ടിക്ക് ഹിസ്റ്ററി ഫുള്ള് അവൈലബിൾ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത്. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അതെ. നമ്മളിപ്പോ ഇങ്ങനെ ചിലപ്പോ ഈ വീഡിയോന്റെ താഴെ തന്നെ ചിലപ്പോ കമന്റ് വരും, തീർച്ചയായിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെന്ത് റീപ്ലേസ്മെന്റ് ആയി എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താ പറയാ, നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതായത് ആ ഫസ്റ്റ് ഓണർ അത്രയും നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടി. ഇന്റീരിയർ എക്സ്റ്റീരിയർ മൊത്തത്തിൽ നല്ല ക്വാളിറ്റി. ഞാൻ നോക്കിയതാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ 7,65,000 രൂപ ചോദിച്ച വണ്ടിയാണ്. നമുക്കൊരു 7,40,000 രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ ചെയ്തു കൊടുക്കാം അല്ലേ? മാക്സിമം ലോണും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, റൈറ്റ്. അടുത്തത് KL55 തിരൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതും സെലേറിയ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മോഡല് 2015 മോഡല് VXI പെട്രോൾ 78,000 കിലോമീറ്റർ ഓടി ഉണ്ട്. 78,000 ഓടി ഉണ്ട് അല്ലേ? ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓഫർ പ്രൈസിൽ 2,70,000 രൂപയ്ക്ക് കൊടുക്കാം. സെയിം പ്രൈസ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2 കളറാന്ന് മാത്രമേ ഉള്ളൂ, റെഡ് വൈറ്റ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കളറൊന്നും കുഴപ്പമില്ല, അടിപൊളി കളറാ. അതെ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഇതിൽ ലോൺ എത്ര കൊടുക്കാൻ പറ്റും? 2,70,000 നമുക്കൊരു 2,35, 2,30 വരെയൊക്കെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. പിന്നെ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സിബിലൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യാം. അപ്പൊ 2015 മോഡല് 78,000 ഓടിയിട്ടുണ്ട്. 78,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ ലാസ്റ്റ് 2,70,000 ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ ഷാദേ KL13 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2019 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ 82,000 കിലോമീറ്റർ LXI ആണ്. ബേസ് ഓപ്ഷൻ ആണല്ലേ? എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്? അതായത് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തു. അവര് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബേസ് മോഡൽ വാങ്ങുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. വേറെ ഞാൻ പറഞ്ഞ മാതിരി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ നമുക്ക് 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഓട്ടോ എത്രയാണ്? 82,000 കിലോമീറ്റർ. 82,000 ഓടിയിട്ടുണ്ടല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. 82,000 ഓടുമല്ലോ, 2019
സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ. പിന്നെ പെട്രോൾ വണ്ടി ഒന്ന് ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 98,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഒന്ന് നിങ്ങളിപ്പോ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. പീരീഡിക്കലായിട്ടുള്ള സർവീസ് 10,000 ചെയ്തു പോയ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിന് മുകളിലൂടെ വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. ഈ ഡീസൽ വണ്ടിയൊക്കെ ആണ് ഏകദേശം നമ്മളൊരു 80-90 കൂടിയ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും 1 ലക്ഷം അല്ലെങ്കിൽ 1,20,000 മേജർ സർവീസ് വരും. അതിലിപ്പോ ടൈമിംഗ് ബെൽറ്റ്, ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും. പക്ഷെ എന്നാലും പ്രോപ്പർ സർവീസ് ചെയ്ത വണ്ടിയാണെങ്കിൽ നമ്മൾ പൊതുവേ നമ്മളെ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിനൊക്കെ ഉള്ള ഒരു ഡൗട്ട് എന്താ വെച്ചാൽ പെട്രോൾ വണ്ടിക്ക് മേജർ സർവീസ് 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പെട്രോൾ വണ്ടിക്ക് ശരിക്കും അങ്ങനെ ഒരു സർവീസ് ഇല്ല. പീരിയഡിക്കലായിട്ട് നമ്മൾ 10,000 ഇപ്പൊ ഈ വണ്ടി ഇപ്പോ 88 ഓടിയും അടുത്ത 10,000 കിലോമീറ്ററിൽ ഓയിൽ സർവീസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതിലും വേറെ നമ്മൾ ഡീസൽ വണ്ടി മാതിരി വലിയ മെയിൻ്റനൻസ് ഒന്നും വരാനില്ല. ചെറിയ പൈസക്ക് നമുക്ക്, പിന്നെ മാരുതി വണ്ടി ആയതുകൊണ്ട് വലിയൊരു കോസ്റ്റും വരില്ല. ചെറിയ പൈസക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ 4,25,000. അപ്പൊ പ്രോപ്പർ മെയിൻ്റനൻസും സർവീസും ഒക്കെ ചെയ്ത വണ്ടിക്ക് എത്രയാണ് റേറ്റ് വരുന്നത്? 4,25,000. ലോൺ കൊടുക്കുക അല്ലേ? ഫുൾ ലോൺ തന്നെ നമുക്ക് കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. 4,25,000. 2019 മോഡല് സ്വിഫ്റ്റ്. അടുത്തത് KL 57 എന്ന് പറയുമ്പോ കൊടുവള്ളി ജില്ല തന്നെയാണ്. റിറ്റ്സ് ആണ്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ്? ഇത് 15 മാനുഫാക്ചർ, 16 രജിസ്ട്രേഷൻ. 16 ജനുവരി രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXI പെട്രോൾ. വണ്ടി നല്ല നീറ്റാണ്. ഒരൊറ്റ ആൾ ഉപയോഗിച്ച വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നീറ്റായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വണ്ടി ഇട്ടിട്ട് കുറച്ച് പൊടി പിടിച്ചിട്ട് കിടക്കുന്ന ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി പോകും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വണ്ടി നമുക്ക് ഒരു 3,10,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. അതെ, 3,10,000 രൂപയ്ക്ക്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. 2015 മോഡലാണ്. 2016 ജനുവരി രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ. ഓടി എത്രയായിരുന്നു? 54,000 ഓടിയിട്ടുണ്ട്. പ്രൈസ് ഓഫർ പ്രൈസ് ആണ് 3,10,000. അടുത്തത് KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ഡിസയർ. അതെ, പറയൂ. 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ 54,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി. 2017 54,000 ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. ഒരാളെ ഉപയോഗിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. നമുക്ക് എന്തായാലും ഒരു 17 റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ്, ഇന്റീരിയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സിംഗിൾ ഓണർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓഫർ പ്രൈസിൽ 4,30,000 രൂപയ്ക്ക് കൊടുക്കാം. 4,00,000 പെട്രോൾ അല്ലേ? പെട്രോൾ 4,30,000. 2017 മോഡൽ. അതെ, റൈറ്റ്. ഓട്ടവും വളരെ കുറവാണ്. നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെ. അപ്പോ കോൾ ചെയ്തോളൂ, സംസാരിച്ചോളൂ. ഷാദിന്റെ അടുത്ത് റെഡി ആക്കാം അല്ലേ? തീർച്ചയായും. അപ്പൊ പറയും ഷാദ്, വാഗണറിന്റെ ഡീറ്റെയിൽസ്. വാഗണർ 2017 മോഡല്. 2017 പെട്രോള് VXI സിംഗിൾ ഓണർ വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ 1,07,000 കിലോമീറ്റർ ഓടിയിട്ട്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയ വണ്ടിയാണെന്ന് വെച്ചിട്ട് വേറെ ഒന്നും നിങ്ങൾ നോക്കാനില്ല. ഇല്ല, വാഗണർ ആയിട്ട് സർവീസ് ഒക്കെ കൊടുത്ത വണ്ടിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഏത് വണ്ടിയും കസ്റ്റമേഴ്സിന് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യട്ടോ. മാരുതി വണ്ടി, അതായത് സുസുക്കിന്റെ എഞ്ചിനൊക്കെ ഒരു 2.5 ലക്ഷം ഒക്കെ ഓടാറുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് കൊണ്ടുവരുന്ന ഈ 1,10,000 ഒന്നും വലിയ പ്രശ്നമുള്ള കേസല്ല. അപ്പൊ എത്രയാണ് കൊടുക്കുക ലാസ്റ്റ്? ഇത് നമുക്ക് 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 വണ്ടിയാണ്. 17 സിംഗിൾ ഓണർ, 1 ലക്ഷത്തി സംതിങ് ഓടിയ വണ്ടി. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. 2,90,000 മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള 290 മാരുതി വണ്ടിയാണല്ലോ. എന്തായാലും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. മാക്സിമം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ലോൺ തന്നെ കിട്ടും. ചിലപ്പോൾ 3,50,000 വരെ ലോൺ വരെ പാസ്സാവും. പിന്നെ കൊടുത്ത പൈസന്റെ ബെനിഫിറ്റ് ഉണ്ടാവും മൈലേജിന്റെ കാര്യത്തിൽ. അപ്പൊ നോക്കിക്കോളൂ, ഷാദിനെ വിളിച്ച് സംസാരിച്ചോളൂ, വാങ്ങിക്കോളൂ. അപ്പൊ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന 2 ഓൾട്ടോസ് ഉണ്ട് ഇവിടെ. റൈറ്റ്. അപ്പൊ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. KL 57 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 96,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2014. വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഇതൊരു 1 ലക്ഷം മൈലേജ് അത്യാവശ്യം ഉള്ള വണ്ടിയാണല്ലോ. നമുക്കൊരു 1,85,000 സെയിം തന്നെ. ഇത് 2014 തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു വണ്ടി കൂടെ ഉണ്ട്. അതെ, ഇത് അത്ര ഓടിയിട്ടില്ല. 68 സംതിങ് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ തന്നെ. ഇത് നമുക്കൊരു 1,60,000 രൂപയ്ക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഓണർഷിപ്പ് ഏതായിരുന്നു? 2 സെയിം സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ്. പിന്നെ മൈലേജിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. എന്തായാലും ഒരു 20 എന്തായാലും കിട്ടും.
ഓക്കെ, കൊടുക്കുന്ന പൈസക്ക് മൈലേജ് കൊണ്ട് നമുക്ക് മുതലാക്കാൻ പറ്റും. അതെ, പിന്നെ നമ്മുടെ അടുത്ത് എടുക്കുന്ന എല്ലാ വണ്ടിയും അവർക്ക് എവിടെയാണോ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുക അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം. അതെ, ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോപ്പർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ. നമ്മളുള്ളതുപോലെ പറഞ്ഞിട്ട്, പക്ഷെ എന്നാലും നിങ്ങളെ സൈഡിൽ നിന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളെ ഉത്തരവാദിത്തം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, KL 18 വടകര രജിസ്ട്രേഷൻ, റെഡ് ഓൾട്ടോ. അതെ, 2016 മോഡല്. 2016 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. LXI ആണ്. ബേസ് മോഡലാണ്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, അതുപോലെ ബമ്പർ റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് അല്ല, ചെറിയ തട്ടിയിട്ടുണ്ട്. ഒരു ചുളിവുണ്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ഉടനെ അത് മൊത്തം കട്ടായിട്ടില്ല, കുറ്റി പോയിട്ടില്ല, പേസ്റ്റ് പോയിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. മേജർ ആക്സിഡന്റ് ഇല്ല. റീപ്ലേസ്മെന്റ് ഉണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതെ, ഇപ്പൊ ചിലപ്പോ ദൂരെ നിന്നൊക്കെ ചിലർ വിളിക്കാണ്ടൊക്കെ വരും. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ നമുക്ക് വരും. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരുന്നതാണെങ്കിലും എന്താണെങ്കിലും വിളിച്ചിട്ട് വരിക. വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. തീർച്ചയായിട്ടും. നിങ്ങൾ ഏതാ വണ്ടി ഇപ്പൊ നമ്മളെ വീഡിയോയിൽ ഇപ്പൊ കാണിച്ചതിൽ കണ്ടു വെച്ചാൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരും. അതായത് വീഡിയോയിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് ഷാദ് നേരിട്ട് ഫോണിലൂടെ പറഞ്ഞു തരും. അതിനുശേഷം മാത്രം ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക. അതെ, ശരിക്കും നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്തെ ഇപ്പൊ ഞാൻ നേരത്തെ നമ്മളൊരു വണ്ടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് കമ്പനി കൊണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവരത് മാറ്റാനേ നോക്കുള്ളൂ. ഒരിക്കലും അത് അവർ റിപ്പയർ ചെയ്യാൻ നോക്കൂല. ഇപ്പൊ നമ്മൾ സാധാ വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്താലും മാത്രമേ അവരത് നിർത്തിയിട്ട് പെയിന്റ് അടിച്ചിട്ടൊക്കെ തരുള്ളൂ. മറ്റേത് ഒരു നേരെ ഇത് എടുക്കുക, മാറ്റുക, പുതിയത് ഫിക്സ് ചെയ്യുക. ഹിസ്റ്ററിയിൽ റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി മാത്രമേ മെൻഷൻ വരിക, ആക്സിഡന്റ് ഹിസ്റ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയൊരു ഡെന്റ് ആയപ്പോലും ചില ആളുകൾ പറയും അത് മാറ്റിക്കോന്ന് പറയുകയും ചെയ്യും. ഇൻഷുറൻസിന്റെ അകത്തൊക്കെ ക്ലെയിം ചെയ്ത് പോലെ ബമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ അടുത്ത് ഇപ്പൊ ഞാൻ ഇതിൽ പറയാൻ കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ 2017 മോഡൽ ഒരു ആസ്റ്റ i20 വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് അല്ല, അവർ സെല്ല് ചെയ്യാൻ വേണ്ടി വന്ന. അപ്പോൾ അവര് മൈസൂരിൽ നിന്ന് വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയതാ. ആക്സിഡന്റ് ആയപ്പോൾ ശരിക്കും ഡോറിന്റെ ഒരു സൈഡ് മാത്രമേ പോയിണ്ടായിരുന്നു. അവരത് കമ്പനി കയറ്റിയിട്ട് അത് ഹിസ്റ്ററിൽ വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1 സംതിങ്ങിന്റെ അടുത്ത് പ്രൈസ് വന്ന് മാറ്റാം. 1.25 1.38 ആയിന്ന് അവര് പറഞ്ഞത്. 1 ലക്ഷത്തിന് മുകളിൽ പോയ വണ്ടിയൊക്കെ എന്തായാലും മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയിൽ പെടുന്ന വണ്ടികളാണ്. അപ്പൊ അങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. റൈറ്റ്. അപ്പൊ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതെ, 1.75 കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ ഷാദിനോട് സംസാരിച്ചോളൂ. അപ്പൊ ഷാദ്, ഇത് നമ്മളെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ്. അതെ, പറയൂ ഡീറ്റെയിൽസ്. 2016 മോഡല് ബ്രെസ്സ ഡീസൽ വണ്ടി, ZDI ആണ്. പിന്നെ 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,07,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ആയിട്ടും അത്ര ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ ഇപ്പം ഇതിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട് ABS-ന്റെ. അത് നമ്മൾ സർവീസ് ചെയ്തിട്ട് കൊടുക്കും. വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്കിത് ഫൈനൽ പ്രൈസ് ആയിട്ട് 5,85,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 5,85,000-ന് 2016 ഡീസൽ ZDI. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. എലോയ്സ് ബ്രെസന്റെ അല്ല, വോക്സ്വാഗന്റെ അലോയ് ആണ് ഇട്ടത്. അത് അവരെന്തോ കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതായിരിക്കും. നാച്ചുറലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റും. വേറെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. പിന്നെ എന്തായാലും ഒരു 24 ഇങ്ങൊക്കെ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും. ഡീസൽ 24 ഷുവർ ആയിട്ട് കിട്ടും. 5,87,000 രൂപയ്ക്ക് നമ്മൾ ഫൈനൽ ചെയ്തു. 5,87,000 ഫൈനൽ പ്രൈസ്. റൈറ്റ്. ബാക്കി കാര്യങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചോളൂ. അപ്പോ ഇനി പുതിയ സ്റ്റോക്സ്, അതായത് പഴയ വണ്ടികളുടെ പുതിയ സ്റ്റോക്ക് ഇനി എപ്പോഴാണ്? എന്തായാലും ഒരു 2-3 ആഴ്ചന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വണ്ടികൾ കയറും. 3 ആഴ്ചക്കുള്ളിൽ പുതിയ സ്റ്റോക്സ് വരാനുണ്ട് ഇവിടെ. അതെ, അപ്പൊ നമ്മള് നമുക്ക് അഗെയിൻ പുതിയ വീഡിയോ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രയും വണ്ടികളാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മനസ്സിൽ കയറി ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഷാദിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. വീഡിയോയിൽ പറയാത്ത ബാക്കി കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുക അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഷാദെ വീണ്ടും കാണാം. റൈറ്റ്, ബൈ.